ഇയാളുടെ ഒരു ഷെയറിങ് കേട്ടു. എന്തായാലും അനുഭവങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു വിശ്വാസിയായിട്ട് വളർന്നു വന്ന ഒരാള്, സാധാരണ വിശ്വാസി എന്നൊക്കെ അതിനുപരിയായിട്ട് ഹിന്ദുമതത്തിന്റെ അല്ലെങ്കിൽ സോക്കോൾഡ് ഹിന്ദുമതം എന്ന് വിളിക്കപ്പെടുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൈദിക വൃത്തിയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് എൻ്റെ ജനനം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉണ്ടാവുന്ന താല്പര്യത്തിനുപരിയായിട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമായിരുന്നു അന്ന് തന്നെ. അപ്പോൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതമായിരുന്നു വളരെ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിരുന്നെന്ന് പറയാം. അപ്പൊ ഏത് കാര്യങ്ങളെയും വളരെ ചെറുപ്പത്തിൽ തന്നെ അഗ്രസീവായിട്ട് പഠിക്കാനും അതിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരുന്ന ആ ഒരു പ്രകൃതം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹിന്ദുമതത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും സംസ്കൃതവും ബാക്കിയുള്ള വേദങ്ങളും ഒക്കെ പഠിക്കാൻ പറ്റി. ഒരു താന്ത്രിക ആചാര്യൻ തന്നെ കേരളത്തിലെ പ്രശസ്തനായ ഒരാളുടെ കീഴിലൊക്കെ വിദ്യാഭ്യാസം ആ രീതിയിൽ നേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്തരം ഒരു രീതിയിലൊക്കെ വളർന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു 10ാം ക്ലാസ് സമയങ്ങളിലൊക്കെ വീട്ടിന്റെ മുറുക്ക് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഞങ്ങൾ മുറുക്കലുണ്ട്, അതിന് വീട്ടിൽ വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് പുകയിലേക്കും മറ്റുള്ള ദുശീലങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊക്കെ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണത്തെ മാതിരിയുള്ള ആ ഒരു വിശ്വാസങ്ങളും കാര്യങ്ങളും എല്ലാ കുട്ടികളും അല്ലെങ്കിൽ ചെയ്യേണ്ട മാതിരിയിൽ നിന്ന് വിഭിന്നമായിട്ടൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളും അതിന്റെ എന്താ പറയുക, ആ സംഘടനയിലൊക്കെ വലിയ സ്ഥാനങ്ങൾ വഹിക്കാനൊക്കെ വളരെ ചെറുപ്പത്തിൽ കഴിയുകയും അത്തരം ഒരു അഗ്രസീവായ രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ ചെറുപ്പകാലം കടന്നുപോയെന്നുള്ളതാണ്. കാരണം ഒരു പ്രീ ഡിഗ്രി ഒക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടില് പല പ്രശ്നങ്ങളിലും ഞാൻ ഭാഗവാക്കാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയൊക്കെ തന്നെ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്തയോ ഒന്നുമില്ല. കാരണം വീട്ടില് അനിയൻ ജനിച്ചതിന് ശേഷം ആ ശ്രദ്ധ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീട് വിട്ട് പുറത്ത് താമസിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു ആ പഠിക്കുന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാലും അന്ന് ഒരു തവണയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ മദ്യപാനത്തിനെ കുറിച്ചൊക്കെ പലപ്പോഴും ഷെയറിങ്ങില് ഈ പ്രോഗ്രാമിൽ എത്തിയ ശേഷമാണ് എനിക്ക് സത്യം മനസ്സിലാവുന്നത്. അന്നൊക്കെ ഞാനൊരു തവണ ഇതിന്റെ രുചി നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പഠിക്കുന്ന ഒരു കാലത്ത്. പക്ഷെ അതൊന്നും കാര്യമായിട്ടൊന്നും എന്നെ മദ്യം എന്നെ ആ സമയത്ത് ബാധിക്കുകയോ അല്ലെങ്കിൽ തുടർന്നു പോവുകയോ ഉണ്ടായില്ല. പക്ഷെ ആ രുചി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം അച്ഛൻ നല്ലൊരു മദ്യപാനി ആയതുകൊണ്ടും വീട്ടിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ആക്ടിവിറ്റികൾക്ക് ഞാനൊരു മുൻസ്ഥാനം കൊടുത്ത് ആ രീതിയിൽ അതിലൊക്കെ അഗ്രസീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത്. പക്ഷേ ഒരു കാര്യവും എനിക്ക് അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പലതിനും പറ്റിയിട്ടില്ല. കുറെ ഒരു ആരംഭശൂരത്വമായിട്ട് കുറെ കാര്യം ചെയ്യും, പിന്നെ അടുത്തൊരു കാര്യത്തിലേക്ക് ഒന്നിനും ഒരു പൂർണ്ണത. അതിപ്പോ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ ആയതുകൊണ്ട് ഇപ്പൊ അത് സമ്മതിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലും ഞാൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനത്തെ ആ ഒരു ജീവിതം കഴിഞ്ഞ് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മോശമായതുകൊണ്ടും അച്ഛന് സുഖമില്ലാതെ ആയതുകൊണ്ട് 19ാമത്തെ വയസ്സിൽ ഞാൻ ഗൾഫിലേക്ക് എത്തപ്പെടുകയാണ്. ഗൾഫിലേക്ക് എത്തിയിട്ട് തുടക്കകാലത്ത് നിന്നും മദ്യപാനത്തിലേക്കൊന്നും എത്തുന്നില്ല. പക്ഷെ പതുക്കെ ഇതിന്റെ രുചിയൊക്കെ അറിയാനും ഇടയ്ക്ക് ഒരു ബീർ കഴിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി. അന്നും ഈ പറഞ്ഞ മാതിരി അല്ലാത്ത സമയങ്ങളിൽ നല്ല പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെതായ എഴുന്നേറ്റ് കയ്യിലേക്ക് നോക്കിയിട്ടുള്ള പ്രാർത്ഥന തൊട്ട് ഭൂമിയെ തൊട്ട് വന്ദിക്കുന്ന പ്രാർത്ഥന മുതൽ ബാക്കിയുള്ള എന്തൊക്കെയാണോ ആചാരങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും ദുബായ് അബുദാബിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അവിടെയുള്ള ഇത്തരം മേഖലയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടാനൊക്കെ ഞാൻ ഉത്സാഹം കാണിക്കുകയും അവരായിട്ടൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മാന്ത്രികനാവണം അല്ലെങ്കിൽ അത്തരം ആ സിനിമകളൊക്കെ പ്രചോദനം തന്ന ഒരാളായിരുന്നു. പല രീതിയിലുള്ള മാന്ത്രിക കർമ്മങ്ങളും അല്ലെങ്കിൽ ആരും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം തന്നെയായിരുന്നു. എന്തായാലും ആ ദുബായിലെ ജീവിതത്തിന്റെ ഇടയിൽ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഞാൻ ദുബായിലേക്ക് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് മാറ്റപ്പെടുന്ന അനുസരിച്ച് എൻ്റെ കൂട്ടുകെട്ടും കാര്യങ്ങളും മാറുന്നുണ്ട്. പ്രാർത്ഥനയും അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോഴും മദ്യം പതുക്കെ അവിടെ ഇങ്ങനെ കയറി വല്ലടങ്ങി. ഈ മദ്യപാനം തുടങ്ങുന്ന സമയത്ത് കൂട്ടുകാരോടൊപ്പം എല്ലാവരും പറയുന്ന മാതിരി അല്ലെങ്കിൽ ആ ഒരു വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇരിക്കാനായിട്ട് പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു ലേബർ ക്യാമ്പിന്റെ പുറത്തായിട്ട്. ആ ഭാഗത്തിരുന്നിട്ട് ഈ റെഡിമിക്സ് കമ്പനിയുടെ വെള്ളം വിടുന്ന ഒരു തീരന്മാരി ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ബംഗാളികളൊക്കെ പാൻപൂരി ബേൽപൂരി മുട്ട പുഴുങ്ങിയതൊക്കെ തരുന്ന ഒരു സ്ഥലം. അവിടെ ഇരുന്നിട്ടുള്ള ആ ഒരു അന്തരീക്ഷം എൻജോയ് ചെയ്ത് കഥകളൊക്കെ പറഞ്ഞുള്ള ബീറിൽ തുടങ്ങിയ മദ്യപാനം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ വല്ലാത്ത രീതിയിലൊന്നും പോകുന്നില്ല, പണിക്ക് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ രാവിലെയൊക്കെ വലിയ പ്രശ്നങ്ങളുടെ എൻ്റെ പ്രാർത്ഥനയും ആ പരിപാടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ മദ്യം കയറി വരുമ്പോൾ.
പിന്നീട് അങ്ങനെ ഒരു അനിയന്ത്രിതമായ ജീവിതം പല മേഖലകളിലും ദുബായിൽ ഞാൻ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അന്നത്തെ കാര്യം പിന്നീട് എൻ്റെ ആത്മീയമായിട്ടുള്ള അതൊക്കെ മാറിക്കൊണ്ട് ഒരു ഗ്യാങ് ലീഡർ ആയിത്തീരുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, ആ രീതിയിൽ ഒരു ഡോൺ ആയിത്തീരുക എന്നൊക്കെ ഉള്ളതാണ് വലിയൊരു കാര്യം എന്നൊക്കെ പിന്നീട് എൻ്റെ ചിന്ത അവിടുന്ന് മാറുകയാണ്. അപ്പൊ ഞാൻ വായനയും ബുക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഒരു മേഖലയിലേക്ക് കുറെ കാലം പോയി. അവിടെയും ഈ പറഞ്ഞ മാതിരി വ്യാഴാഴ്ചകൾ മദ്യം കൃത്യമായിട്ട് മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ വരെ, കാരണം ആ വണ്ടി തടുക്കത്തില്ല. അവിടുത്തെ രാത്രികാല ദുബായിയുടെ ഒരു മേഖല ഉണ്ട്, സാധാരണ ആളുകൾക്ക് അറിയാത്ത ആ ഒരു മേഖലയിലൂടെയൊക്കെ ആയിരുന്നു അന്നത്തെ സഞ്ചാരം ഉണ്ടായിരുന്നത്. എന്തായാലും അതിനൊക്കെയുള്ള ആ ഒരു മേഖലയിലൂടെ സഞ്ചാരം പിന്നീട് വളരെ അധിക കാലം അങ്ങനെ തുടർന്ന് പോകാനൊന്നും പറ്റിയില്ല. അതിനുശേഷമാണ് പിന്നെ മദ്യം കൊണ്ട് എനിക്ക് നിരവധി പ്രശ്നങ്ങളൊക്കെ അന്നിങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം പിന്നെ രാവിലെ ആകുമ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പണിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊക്കെ പറഞ്ഞ മാതിരി കുറച്ച് ദിവസം നിർത്തും, പക്ഷെ വൈകുന്നേരമായ വീണ്ടും മദ്യം കടന്നു വരും. ബിയറായിട്ടും പെഗ്ഗായിട്ടൊക്കെ കഴിക്കലടങ്ങി. അന്നോട്ടത്തെ ബ്രാൻഡൊന്നും എനിക്ക് മദ്യത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. വിശ്വാസം ഇങ്ങനെ ഏറിയും കുറഞ്ഞും പ്രാർത്ഥിക്കുന്നുണ്ട്. പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാണ്ടേ ആവുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു നോർമൽ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വിവാഹം നടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ അച്ഛന് ക്യാൻസർ ആണ് എന്നുള്ളത് രണ്ടാമതൊരു കമ്പനി മാറുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മദ്യപാനം കൂടുന്നതിന്റെ ഒരു കാലഘട്ടം ആയിട്ട് ഞാൻ ശരിക്കും അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു. പക്ഷെ ഈ പറയുന്ന മദ്യപാനം ഇടയിലുണ്ടായിരുന്ന മദ്യപാനത്തിന്റെ തീക്ഷ്ണമായ രീതിയിൽ മദ്യാസക്തനാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള മദ്യപാനം തുടങ്ങിയത് അച്ഛന്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അസുഖമാണ് എന്നറിഞ്ഞ് ആ റൂമും സാഹചര്യങ്ങളൊക്കെ അത്തരത്തിലായിരുന്നു. ഞാൻ അതിലേക്ക് പോയി. ഇതുവരെ ആ കൂട്ടുകാർ കാരണമാണ് എന്നൊക്കെ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയിട്ടും ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഇന്നൊക്കെ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ എല്ലാത്തിനും അതിന് റെഡി ആയിട്ടുള്ള മനസ്സായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു. അവിടെ മദ്യം കയറി വന്നോടുകൂടി പിന്നെ അതിന്റെ ഓൾറെഡി അനിയന്ത്രിതമായ എൻ്റെ ജീവിതം അതിലേക്ക് മദ്യം കയറി വന്നോടുകൂടി പിന്നീട് നിരവധി പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട് അവിടെ. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ ഞാൻ ആ നഷ്ടങ്ങളും അല്ലെങ്കിൽ ജോലിക്ക് പോവാതെയും മദ്യപിക്കുന്നുണ്ട്, മദ്യപിച്ച് കമ്പനിയിൽ പോയിട്ട് എത്തുന്നുണ്ട്. അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുമ്പോഴും എനിക്ക് മദ്യാസക്തിനെ ചെറുക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവിടുന്ന് എൻ്റെ വൈഫിനെ ഞാൻ കണ്ടുമുട്ടുകയും നമ്മൾ ഇഷ്ടത്തിലായി കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ വൈഫ് ആയിട്ട് എന്നും അവിടെ കറങ്ങുമ്പോൾ ഒക്കെ വൈഫിന്റെ ഒപ്പം ബാറിലേക്കൊക്കെ വരുന്നുണ്ട്. ദുബായിലെ ഒരു സ്റ്റാൻഡേർഡ് ബാറിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വൈഫിനെ സംബന്ധിച്ചിടത്തോളം മദ്യപാനം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനൊക്കെ എപ്പോഴെങ്കിലും കഴിക്കുന്ന ഒരു പെഗ് അടിക്കുന്ന ഒരു വല്ല ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഒരു പെഗ് മാത്രം കഴിക്കുന്ന ഒരാളാണ്. തിരുവല്ലയായിരുന്നു വൈഫിന്റെ വീട്. അപ്പോ ഒന്നിൽ തെക്കും വടക്കും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് തന്നെ കല്യാണത്തിന് വീട്ടുകാർക്ക് എതിർപ്പായി അവരുടെ വീട്ടുകാർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ദുബായിൽ നിന്ന് ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. ആ ഒരു ആരംഭത്തിലാണ് സത്യം പറഞ്ഞാൽ കുടി എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടു പോലടങ്ങി. അത് വൈഫിന് മനസ്സിലാവലടങ്ങി. അതിനനുസരിച്ച് പ്രശ്നങ്ങളും തുടങ്ങി എന്നുള്ളതാണ്. കാരണം വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഫാർമസിസ്റ്റ് ആണ് വൈഫ്. വൈഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഈ കുപ്പിയുടെ അടപ്പ് തുറന്ന് കുടിക്കൽ അടങ്ങി കഴിഞ്ഞാൽ ഫുള്ളാണ്, ലിറ്റർ ആണെങ്കിലും ഞാനത് കാലിയാക്കിയിട്ട് കടന്നുറങ്ങും. തീരെ ബോധം ഉണ്ടാവില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇനി കുടിക്കില്ല എന്നുള്ള വാക്കൊക്കെ കൊടുക്കും, പിന്നെ വീണ്ടും കുടിയിലേക്ക് വരും. എന്തായാലും അതെല്ലാം കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ കൂടി സമ്മതിച്ചിട്ട് അവസാനം അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അറിയാം, അവളുടെ അനിയനും അറിയായിരുന്നു. എങ്ങനെയായാലും ഇനിയൊരു രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട്. ആ കല്യാണത്തിന് പോകുന്ന അന്ന് പോലും ഞാൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഓൾറെഡി ഒരു ലിറ്റർ മദ്യം കഴിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഫ്ലൈറ്റിൽ വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സംഭവങ്ങളും തന്നെ ഒരു തരത്തിലും തടഞ്ഞു നിർത്തിയില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു സംഭവത്തിൽ തന്നെ ആ മദ്യപാനം കൂടി വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എനിക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ഞാൻ കുറെ കാലം മദ്യപിക്കാതിരിക്കുന്ന കുറെ ബിഞ്ച് ഡ്രിങ്കിങ്ങിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരുന്നിരുന്നു. ആ സമയങ്ങളിലൊക്കെ വൈഫിനെ കണ്ടുമുട്ടുന്ന സമയത്തിന് മുന്നേ തന്നെ ബിഞ്ച് ഡ്രിങ്കിങ്ങിന്റെ രീതിയിലാണ് ഞാൻ മദ്യപിച്ചിരുന്നത്. അപ്പോ ഭഗവത്ഗീതയായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ആചാര്യനുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഒരു താല്പര്യമായിരുന്നു. അദ്ദേഹത്തിന് ഗീതയാണ് ലോകത്തിലെല്ലാം എന്നുള്ള രീതിയിലൊക്കെ കണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും അദ്ദേഹത്തിന് ദുബായിൽ കൊണ്ടുവന്നൊരു പ്രോഗ്രാം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വലിയ രീതിയിൽ സ്പോൺസർഷിപ്പും പരിപാടിയൊക്കെ കിട്ടിയിട്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗുകളും കാര്യങ്ങളും എഴുതുക, ലോകത്തിലെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ കേരളത്തിലെ സ്വതന്ത്ര ചിന്താ വേദിയിലുള്ള
ഒരു വ്യക്തിയായിട്ട്, പ്രശസ്തനായിട്ട് ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുണ്ടായ തർക്കം. അദ്ദേഹം എഴുതിയ ഒരു ബ്ലോഗ്, അന്ന് അത്ര പ്രശസ്തനല്ല അദ്ദേഹം. അദ്ദേഹമായിട്ടുണ്ടായിരുന്ന ഒരു തർക്കം ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന, രാത്രി 11 മണി മുതൽ പുലർച്ചെ 6 മണി 6 മണി 5:30 മണി വരെ നീണ്ടു നിന്ന ഒരു ചാറ്റിംഗ്. അന്ന് ഫോണൊക്കെ വ്യാപകമായിട്ട് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഫോണ് ബ്ലാക്ക്ബെറിയാണ് ഉള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് കമ്പ്യൂട്ടർ PC തന്നെ ഇരുന്ന് ഗൂഗിൾ മംഗ്ലീഷ് അടിച്ചിട്ടുള്ള ചാറ്റിംഗ് ആയിരുന്നു. ആ ചാറ്റിങ്ങിലാണ് ഇദ്ദേഹം എൻ്റെ ചിന്തകളെയൊക്കെ ഒരു ദിവസം കൊണ്ട് മാറ്റിമറിച്ച്, ഞാൻ പിറ്റേ ദിവസം രാവിലെ ആ രീതിയിലുള്ള സ്വതന്ത്രചിന്തയായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമുണ്ട്. അത് ദുബായിൽ ഞാൻ മരിച്ചത് 9 ദിവസം കഴിഞ്ഞ് ആ പുസ്തകം നിരോധിച്ചു എന്നുള്ളതാണ്. റിച്ചാർഡ് ഡോക്കിൻസുമായിട്ട് ബന്ധപ്പെട്ട ആ പുസ്തകം വായിക്കുകയും അവിടെ നിന്ന് എൻ്റെ പൂർണ്ണമായിട്ട് എല്ലാ ചിന്തകളും, ഇത്രയും കാലം ഞാൻ അനുവർത്തിച്ചു വന്ന എല്ലാ സംഭവങ്ങളെയും എതിർത്തുകൊണ്ടും, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഭാഗമായി എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ സംഭവമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടൊരു അക്ടിസ്റ്റാണ് എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകനാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് മുഴുകി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ആരംഭശൂരന്മാർ തന്നെയാണ് അവിടെ ഗംഭീരമായിട്ട് ആക്റ്റീവായിട്ട് ഈ സോഷ്യൽ മീഡിയകളിൽ ഇടപെടുക. ദുബായിൽ നിന്നായതുകൊണ്ട് തന്നെ ഫേക്ക് ഐഡിയിൽ കയറിയിട്ടായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു കാര്യം, അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് കൂടിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇത്തരം മേഖലകളിലൊക്കെ, ആ ഒരു സമയത്ത് തന്നെയാണ് കല്യാണം നടക്കുമ്പോഴൊക്കെ വൈഫിനെയൊക്കെ വളരെയധികം, കാരണം അമ്പലത്തിൽ വെച്ചിട്ടാണ് അവരുടെ കുടുംബത്തിന്റെ അവിടെയുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം. അപ്പൊ വളരെ പുച്ഛിച്ച് ആ രീതിയിൽ ദൈവങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹരമായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇത്രയും കാലം ഞാൻ എന്താണോ ചെയ്തിരുന്നത് അതിനോടൊക്കെ ഉള്ള പുച്ഛം, വല്ലാത്ത രീതിയിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെയൊന്നും മാനിക്കാത്ത രീതിയിൽ അവരെയൊക്കെ കളിയാക്കിയും കൊണ്ടും അപമാനിച്ചും കൊണ്ടുള്ള രീതി തന്നെയായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത്. കല്യാണം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ വൈഫിന്റെ വീട്ടിൽ രണ്ടാമത്തെ തന്നെ കൂട്ടിക്കൊണ്ടുകൊണ്ട് അന്ന് തന്നെ മദ്യം കൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. മദ്യപിച്ച് ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്കായി മാറി. ആ ഒരു നാണക്കേട് കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ തിരിച്ച് ദുബായിൽ എത്തിയിട്ടും ഈ ഒരു കുടിക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷെ ജീവിതത്തിൽ കുറെ ഉയർച്ചകൾ ഉണ്ടായി. ആ സമയത്ത് തന്നെ ഈ ബിഞ്ച് ഡ്രിങ്കിങ് ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും അങ്ങനെ കൃത്യമായിട്ട് കമ്പനിയിലൊന്നും ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇഷ്ടമാതിരി ലീവ് എനിക്കുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഉയർന്ന രീതിയിലേക്കുള്ള എൻ്റെ പോസ്റ്റുകൾ ഇങ്ങനെ മാറലടങ്ങി. ഞാൻ മാനേജറായി മാറി, എൻ്റെ വണ്ടി മാറി, ഞാൻ താമസിക്കുന്ന വീടുകൾ മാറി. അതിൻ്റെ ഇടയിൽ ആദ്യത്തെ ഒരു അബോർഷൻ ഉണ്ടാവുന്നുണ്ട്. ആദ്യത്തെ അബോർഷനൊക്കെ സമയത്തൊക്കെ ഈ പറഞ്ഞ മാതിരി മദ്യം ഇടയിലിടയിൽ ഇങ്ങനെ കയറി വരും. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. വൈഫ് ഞാനും തമ്മിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ കുടിക്കാതിരിക്കും. പിന്നെ 6 മാസത്തില് 10 ദിവസം എന്നുള്ള രീതി, അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണ ഞാൻ മദ്യപിക്കുന്നുള്ള രീതിയിലായി. പല രീതിയിൽ ഭാര്യ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഏടെ ഒരു സന്ദേശം കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അവിടെ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഇതിന്ന് മാറി നിൽക്കാൻ, അല്ലാണ്ട് വേറൊരു മാർഗം ഉള്ളതായിട്ട് അറിയില്ല എന്നുള്ളത് ഡോക്ടർ പറയുന്നുണ്ട് മരുന്ന് തന്ന സമയത്ത്. അന്ന് വൈഫ് എവിടുന്നോ നമ്പറൊക്കെ എടുത്ത് എന്നോട് വിളിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ മദ്യത്തിൽ നിന്ന് പുറത്ത് വന്ന ഒരു 3-5 ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണവും വയ്യായൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അത് കഴിഞ്ഞ് എപ്പോഴാണോ എന്റെ ശരീരത്തിലേക്ക് രക്തോട്ടം കൂടി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഞാൻ ആര് പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവര് വിളിക്കാനോ അവരുടെ മീറ്റിങ്ങിൽ പോവാനോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഞാൻ ദുബായിൽ നിന്ന് ശ്രമിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇടയിൽ നിരവധി നഷ്ടങ്ങൾ എനിക്ക് ദുബായിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് സാമൂഹ്യപരമായിട്ട്. അതിന്റെ ഇടയിൽ ഞാൻ അവിടെ എഴുത്തിന്റെ മേഖലയിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ കുടിയില്ലാത്ത ഈ സമയങ്ങളിലൊക്കെ ഭയങ്കര അഗ്രസീവായ പ്രവർത്തനമാണ്. അതിന്റെ കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമുള്ള ആള് കളിക്കണം എന്നുള്ള ചിന്ത കൊണ്ടാണ് സത്യത്തിൽ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ UAE സാംസ്കാരിക സംഘടനയുടെ UAE കൺവീനറായിട്ട് വരികയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പ് വഴക്കുകളും പ്രശ്നങ്ങളും ഇതിലൊക്കെ വളരെ സജീവമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുക, ഈ പറയുന്ന ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിൽ മറ്റുള്ളവരെ തകർക്കാനുള്ള പരിപാടികൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ കുടിയിലേക്ക് പോകുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും ഭയമാണ്. ഞാൻ സാധാരണ മറ്റുള്ള കുടിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭയന്നും കൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരാളായിട്ട് മാറുന്നതാണ്. അപ്പോ ആക്സിഡന്റ് ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന എന്നെ പിന്നീട് പോലീസ് പിടിക്കുന്നുണ്ട് മദ്യം കഴിച്ചിട്ട്. അവിടെ നിന്ന് നാട്ടിലെ 2 ലക്ഷം രൂപയോളം എനിക്ക് ചെലവ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ 12.5 പവനോളം സ്വർണം ദുബായിൽ നഷ്ടാവുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെ എനിക്ക് ഒരു കാരണവശാലും പിന്നീട് എൻ്റെ കുടി തടയാനോ ഒന്നിനും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അറിയാണ്ട് ഇങ്ങനെ കുടിയിലേക്ക് വന്ന് ഞാൻ പെടും. വിശ്വാസം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് അന്ന് ഇല്ലായിരുന്നു. ഞാൻ തന്നെ സ്വതന്ത്ര ചിന്തകനാണ്,
വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുകയും ദുബായിലെ പല വേദികളിലും സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ ലിമിറ്റ് വെച്ചിട്ട് ദുബായിലൊക്കെ സംസാരിക്കുകയും സ്വതന്ത്ര ചിന്ത ആവുകൊണ്ടും ഒരു മതത്തിനെ ബേസ് ചെയ്ത രാജ്യമായതുകൊണ്ടും. എന്നാലും അത്തരം ഒരു രീതിയിലൊക്കെ പോയി അങ്ങനെ കുടിയുടെ പുറത്തെടുത്ത തീരുമാനത്തിൽ ദുബായിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് പോരുന്നതാണ്. ആ നാട്ടില് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടിയുടെ കുറച്ചു കാലം ഞാൻ കുടിക്കാതിരിക്കുന്നുണ്ട്. സ്ഥലം കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാൻ കുടിക്കാതെ നന്നാവും, എനിക്ക് അവിടെ ഒരു ജോലിയൊക്കെ കിട്ടി നന്നാവുന്നുണ്ട്. എൻ്റെ മോളേനെയും 2.5 വയസ്സുള്ള മോളെ എൻ്റെ ഒപ്പം ആക്കിയിട്ട് വൈഫ് തിരിച്ചു പോയി. ആ ഫാമിലി റൂമൊക്കെ മാറ്റി അവൾ അവിടുത്തെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീടിന്റെ ഒരു പണിയൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലമൊക്കെ രജിസ്ട്രേഷൻ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം അവിടെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറെ പൈസ ചെലവാക്കി. എല്ലാ പ്രവാസികൾക്കും 16 വർഷം ഗൾഫിൽ ജീവിച്ച് നാടുമായിട്ട് അധികം ബന്ധമില്ലാത്ത എല്ലാവർക്കും സംഭവിക്കുന്ന എല്ലാ കാര്യവും എനിക്ക് സംഭവിച്ചു. പക്ഷെ വളരെ പെട്ടെന്ന് ഞാൻ കുടിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ആ കുടി എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടി, ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമുള്ള പാർട്ടി ആണെങ്കിലും എൻ്റെ ബാക്കി ഞാൻ കരുതുന്ന സുഹൃത്തുക്കളാണെങ്കിലും അവരുമായിട്ടൊക്കെ എൻ്റെ ബന്ധം തീരെ ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വഷളാക്കുന്ന റോഡിൽ കടക്കുന്ന ഒരു സ്ഥിതി. ദുബായിൽ എങ്ങനെയാണോ ബിഞ്ച് ഡ്രിങ്കിങ് ഉണ്ടായിരുന്ന ആ ഒരു 6 മാസത്തെ കാലാവധി ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ നാട്ടിലെ കുടിയിലേക്ക് പോയി എന്നുള്ളതാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ വരുമാനമില്ല, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയുന്നില്ല. ആദ്യം മേടിച്ച വണ്ടിയൊക്കെ അളിയൻ കൊണ്ടുപോയി അതിന്റെ വാടക അടയ്ക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഒരു കാരണവശാലും വേറൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ശരിയാക്കി എടുക്കാം എന്ന് പറയുന്നു. നാട്ടിലൊരു കമ്പനിയിൽ ജോലി കിട്ടി എനിക്ക്. ആ ജോലിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന തുടക്കത്തിൽ 3 തവണ അവർ മാപ്പ് തന്നിട്ട് അവിടെയും ഈ പറഞ്ഞമാതിരി മദ്യപാനം പ്രശ്നമായി എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അവിടുന്ന്. പക്ഷേ ഇതൊന്നും എൻ്റെ കുടി തടയാൻ പ്രേരണ അല്ലെങ്കിൽ കുടി നിർത്താൻ എനിക്ക് അതിനൊന്നും ഒരു ഘടകമായില്ല എന്നുള്ളതാണ്. അവസാനം ഈ പറഞ്ഞമാതിരി ഒന്നുമില്ലാതെ വൈഫൊക്കെ കൈവിടുന്ന അവസ്ഥയിൽ ഈ മനുഷ്യനെ ഇനി എന്ത് ചെയ്യുമെന്ന് അവർക്ക് അറിയില്ല. കാരണം ഞാൻ എന്ന് വേണച്ചാൽ വളരെ നല്ല രീതിയിൽ ഇരുന്ന ഞാൻ പെട്ടെന്ന് വീണ്ടും കുടിയിലേക്ക് പോകും എന്ന് പറയുന്ന അവസ്ഥ. വൈഫ് ഇനി ഇയാളുമായിട്ടുള്ളൊരു രീതിയിൽ ബന്ധമില്ല എന്നുള്ള രീതിയിൽ. എന്നാൽ പുറത്ത് വീട്ടിലെ ആൾക്കാരോടൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ മോൾ എൻ്റെ ഒപ്പമാണ് ജീവിക്കുന്നത്. ആ മോളെ വരെ മറന്ന് ഞാൻ മദ്യപിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടിൽ. ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ മോളെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മദ്യക്കുപ്പി നേടിയിട്ട് മോൾ എൻ്റെ ഒപ്പം ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാൻ മദ്യപിച്ച് കടന്ന് മോള് കരഞ്ഞ് എൻ്റെ കൂട്ടുകാർ വന്നിട്ട് അതിലൊക്കെ പൊളിച്ചിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്. പക്ഷെ ആ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം മോളിരിക്കുമ്പോൾ മദ്യക്കുപ്പി തേടി പോയി എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രക്ഷയുമില്ലാതെ കയ്യിൽ 5 പൈസ ഇല്ല, ഇനി കടം കിട്ടാൻ അവിടുന്ന് നിവർത്തിയില്ല. ബാച്ച്മേറ്റ്സിന്റെ അടുത്ത് വരെ ഞാൻ പല അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള നുണ പറഞ്ഞ് മേടിക്കുന്നതിന്റെ മാക്സിമം പൈസ മേടിച്ച് മദ്യത്തിന്റെ നീ കുടിക്കാൻ ബാക്കിയില്ല എന്നുള്ള രീതിയിലുള്ള കുടിയും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഒരു തരത്തിലും വയ്യ. ആ സമയത്താണ് സർക്കാരിന്റെ വിമുക്തിയില് അമ്മ എവിടുന്നൊക്കെയോ പൈസ അറേഞ്ച് ചെയ്ത് എന്നെ കൊണ്ടാക്കുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അനിയനും നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഞാൻ മദ്യപിക്കാതിരിക്കുകയും അവൻ മദ്യപിച്ചിരിക്കുകയും ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ വേറെ. എന്തായാലും ആ ഒരു സർക്കാരിന്റെ വിമുക്തിയിൽ ഞാൻ എത്തിപ്പെടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശയറ്റ നിലയിൽ തന്നെയാണ് ഞാൻ എത്തുന്നത്. മദ്യാസക്തി രോഗമാണെന്ന് എനിക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ കുറെ ഗടാഗടിയൻ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പല രീതിയിലും ഒരു ചികിത്സാലയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രവർത്തനം ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോ തിരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. പക്ഷെ എനിക്കിതൊക്കെ തിരിച്ചു പിടിക്കണം. എനിക്ക് എല്ലാവരോടും പകയായിരുന്നു. കാരണം എന്നെ ഈ മദ്യാസക്തിക്ക് കാരണം എൻ്റെ ഭാര്യ ആണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരാണ്, ഞാൻ നാട്ടിൽ വന്നപ്പോൾ നാട്ടുകാരാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചികിത്സാലയത്തിന് 5-6 ദിവസം കഴിഞ്ഞു ഭാര്യയുടെ ഈ വാട്സാപ്പിലൂടെയുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ, ഇനി നിങ്ങളായിട്ടൊരു ബന്ധമില്ല, നിങ്ങൾ എന്ത് വേണമെന്ന് ചെയ്തോ എന്നുള്ള ആ രീതിയിലൊക്കെയുള്ള സംസാരവും ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ഇവരൊക്കെ ഞാൻ ആരാ മോൻ എന്നുള്ളത് അവിടെ എനിക്ക് പോകുന്നുണ്ട്. കാരണം ചികിത്സാലയത്തിലുള്ള ആൾക്കാർ ഞാൻ നിങ്ങളുടെ മാതിരി ഒന്നുമല്ല, ഞാൻ ഭയങ്കര സംഭവമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അവരോട് സംസാരിച്ചിരുന്നത്. എന്തായാലും മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അവിടുന്ന് ഒരു ജോലി തേടാനും അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ജോലി മതി, എന്തെങ്കിലും ജോലി കിട്ടിയാൽ ഞാൻ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചിന്തയൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലെത്തുകയും അവിടെ നിന്ന് കുറച്ചു കാലം പല പരിപാടി നോക്കുന്നുണ്ട്. അതൊക്കെ പരാജയപ്പെടുന്നുണ്ട്. ചികിത്സാലയത്തിൽ ഞാൻ പരിചയപ്പെട്ട പല വ്യക്തികളായിട്ട് പല പരിപാടി നോക്കി, അതൊന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് അനിയൻ ഈ ചികിത്സാലയ വിമുക്തിയിൽ ചെല്ലുകയും അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ അന്ന് മദ്യപിക്കുകയും ചെയ്യണം. അപ്പൊ അനിയന് വന്ന ഒരു ഫോൺ കോള് അവൻ മീറ്റിങ്ങിൽ ഇരിക്കാൻ തയ്യാറാവാണ്ട് എനിക്ക് തരികയാണ്. ഇത് അവിടെ ഉണ്ടായിരുന്ന ഏക്കാർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അനിയൻ ഫോൺ തുറന്നു തരികയാണ്.
അപ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു മീറ്റിംഗ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. മീറ്റിംഗ് ഒക്കെ കേട്ടു, കുടിക്കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ആൾക്കാർ. കുടിക്കുന്ന കഥകളും അതേമാതിരി അവർക്കുണ്ടായ നേട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്, അനുഭവം ശക്തിയൊക്കെ പ്രതീക്ഷയൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അതിലെന്തോ, കാരണം ഞാനൊരു ആശയറ്റ നിലയിൽ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നതുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് കേൾക്കാൻ ഞാൻ തയ്യാറായി എന്നുള്ളതാണ്. അത്ഭുതകരമായിട്ട് പിറ്റേ ദിവസം എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മൊബൈലിലേക്ക് വിളിച്ചാൽ മതി മീറ്റിങ്ങിന് കയറാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്നെ രാവിലെ ഈ സന്ദേശം തന്ന അദ്ദേഹം ആദ്യമായിട്ട് എനിക്ക് കോള് വരുന്ന ഏഴക്കാരന്റെ കോള് വരികയാണ്. അദ്ദേഹമായിട്ട് കുറെ നേരം സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റവും ഒക്കെ വളരെ ഈ പറയുന്ന ആ ഒരു സഹോദര സമാനമായ ഒരു ഇടപെടലും ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു. ആരും ഇല്ലാതെ ഒരു ഫോൺ കോൾ പോലും വരാതിരിക്കുന്ന എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നൽ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ആകർഷണീയത തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ കയറാൻ എന്നെ പ്രേരിപ്പിച്ചതെന്നുള്ളതാണ്. എന്തായാലും ആ മീറ്റിംഗ് എല്ലാം ഞാൻ കേട്ടിരിക്കാൻ ഞാൻ തയ്യാറായി. പക്ഷേ അവിടെ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ ദൈവത്തെ കുറിച്ച് പറയലും ആത്മീയതയാണ്, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള സ്ഥിതി ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പ്രതിദിനമന്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ പ്രയർ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു പഴമക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞന്ന്, ഈ പ്രയർ ഉണ്ണി അടുത്ത് ഇന്ന് മീറ്റിംഗിൽ ചെല്ലാമോ ചെയ്യാൻ. ആ പരിപാടി നടക്കില്ല. അതേമാതിരി പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഷെയർ ചെയ്യില്ല, എന്റെ മനസ്സിന്റെ കൃപ അല്ലെങ്കിൽ മനസ്സിന്റെ ശക്തിയെല്ലാം ഞാൻ ഇന്ന് കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ദൈവത്തെ അംഗീകരിക്കാൻ എനിക്ക് തീരെ പറ്റുന്നില്ല. ഈ പ്രോഗ്രാമിൽ ആകെയുള്ള പ്രശ്നം ഈ ദൈവത്തെ ഞാൻ എങ്ങനെ അംഗീകരിക്കുന്നുള്ളത് തന്നെയാണ്. ഇവർ പറയണത് ഈ ചികിത്സ ഈ സർക്കാരിന്റെ വിമുക്തിയിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹം ഈ സ്വതന്ത്ര ചിന്ത മേഖലയിലുള്ള ആളാണെന്ന് ഒരു സംസാരത്തിൽ മനസ്സിലാവുകയും ഞാൻ വായിക്കുന്ന പുസ്തകം കണ്ടിട്ട് ചികിത്സയ്ക്ക് പോകുമ്പോൾ പുസ്തകം കൊണ്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഈ ആൽക്കഹോളിക്സ് ഏക്കാരുടെ മീറ്റിംഗിൽ ഞാൻ പോകുന്നുണ്ട്, ഇവരിങ്ങനെ ഈ ദൈവത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അത് ഉണ്ടായിട്ടുള്ളത് അമേരിക്കയിലാണ്, ഇപ്പൊ ബൈബിളിക്കലി ബന്ധമായിട്ടുള്ള ഒരു സംഘടനയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്തായാലും തൽക്കാലം കുടിക്കാതിരിക്കണം, വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ കേരളത്തിലെ പല മേഖലയിലുള്ള ആളുകളുണ്ട്, ഒരു ജോലിയൊക്കെ ശരിയായാലോ എന്നുള്ള ചിന്ത ഉള്ളിലുണ്ട്. എന്നാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ ഇരിക്കാനും പല വഴിയിലൂടെയും, ഞാനത് ചുരുക്കി പറയാം, പല വഴിയിലൂടെയൊക്കെ ഞാൻ അവിടെ സഞ്ചരിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു ഇവിടെ മദ്യപാനം നിർത്തുന്ന കച്ചവടം അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് നമ്മുടെ പഴമക്കാരൻ പറയണ മാതിരി അതൊക്കെ എനിക്ക് അനുഭവവേദ്യമാവുന്ന രീതിയിൽ ഞാൻ അവിടെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാനും, പക്ഷേ കൂടുതൽ പഴമക്കാരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കാനൊക്കെ ആ ഒരു ജോലി എനിക്ക് സഹായിച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രാധാന്യം കൂട്ടായ്മ കൊടുക്കുന്നത് എന്നെ ബോധ്യപ്പെടുത്താനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തോടൊക്കെ ഇന്ന് വലിയ ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്. കാരണം കുറെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച ഓരോ ആൾക്കാരും ആൽക്കഹോളിക്സ് അനോണിമസിലെ ആ രീതിയിൽ. പക്ഷെ അന്നൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഒരു റിക്കവറി മീറ്റിങ്ങിന് പോലും നേരിട്ട് ഫിസിക്കൽ മീറ്റിങ്ങിന് പങ്കെടുക്കാത്ത ഞാൻ ഫിസിക്കൽ മീറ്റിംഗ് എന്റെ നാട്ടിൽ തുടങ്ങുന്നുണ്ട് കൊപ്പത്ത്. വലിയ പ്രശ്നങ്ങളാണ്. അന്ന് ഓൺലൈൻ രംഗത്താണെങ്കിലും ഓൺലൈൻ രംഗത്ത് പുതിയൊരു മീറ്റിംഗ്, പല വ്യക്തികളുമായിട്ടുള്ള വിരോധത്തിന്റെ പേരിൽ ഞാൻ മീറ്റിംഗ് തുടങ്ങി. പല രീതിയിലൊക്കെ ഞാൻ ഓൺലൈൻ രംഗത്ത് ദൈവം കളിക്കുന്ന പരിപാടിയൊക്കെ കാഴ്ചവെക്കുകയും എല്ലാ ആൾക്കാരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ പരിചരിച്ചിട്ടുള്ള സംഘടന അല്ലെങ്കിൽ ആ രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തുടക്കത്തിൽ എന്റെ യാത്ര. പക്ഷെ അത്ഭുതകരമായിട്ട് ഈ പഴമക്കാരുടെക്കാർ കൂട്ടിപ്പിടുത്തവും വലിയ പ്രശ്നങ്ങളിൽ നിന്നൊന്നും പെടാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ആ ഒരു ദൈവത്തിന്റെ കൃപയാണെന്നൊക്കെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, സ്പോൺസറെ എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പഴമക്കാരൻ എന്നോട് പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ നീ കുടിക്കും ഉണ്ണി, ഈ പോക്ക് പോയാൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്പോൺസറെ കണ്ടെത്താനും അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ ഫിസിക്കൽ മീറ്റിംഗിൽ വന്ന് എന്നെ സ്പോൺസറായിട്ട് എടുക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ ആ സ്പോൺസർ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ചെറുതായിട്ടെങ്കിലും ഞാനത് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. കാരണം ആദ്യമായിട്ട് ഞാൻ ചെയ്തത്, എന്തിനാണ് ഞാൻ എയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ എയിൽ തുടരണം എന്നുള്ള ഒരു കാരണമാണ് ഞാൻ കണ്ടെത്തിയതാണ്. 25ഓളം ഉത്തരങ്ങൾ എനിക്ക് കണ്ടെത്താൻ പറ്റി. അതോടൊപ്പം തന്നെ അത് ഇടയ്ക്കെടുത്ത് വായിക്കാനും ഇടയ്ക്ക് അതിന് മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഇന്നും അത് സാധിക്കുന്നുണ്ട് എന്നുള്ള, എന്തുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ നിൽക്കേണ്ടത് എന്നുള്ള ഉത്തരം. അതോടുകൂടി ബിഗ് ബുക്ക് എന്ന് പറഞ്ഞ പുസ്തകം എനിക്ക് വളരെ മുമ്പ് കിട്ടിയിരുന്നു. പല ഷെയറിങ്ങളിൽ ഞാൻ ബിഗ് ബുക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും സാധാരണ പുസ്തകം വായിക്കുന്ന മാതിരിയാണ് ബിഗ് ബുക്ക് ഞാൻ വായിച്ചിരുന്നത്. പക്ഷെ ഒരു സ്പോൺസറുടെ അടുത്ത്
ഇരുന്ന് ബിഗ് ബുക്ക് വായിക്കുമ്പോൾ എൻ്റെ അഹങ്കാരത്തിന്റെ ആദ്യത്തെ മൊന ഒടിഞ്ഞത് അവിടെ വെച്ചിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയ രീതിയിലല്ലാണ്ട് ബിഗ് ബുക്കിൽ നിന്ന് പല കാര്യങ്ങളും ഞാൻ അത്ഭുതം ശരിക്കും അത്ഭുതപ്പെട്ടു എന്ന് തന്നെ പറയാം. അദ്ദേഹമായിട്ടിരുന്ന് വായിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിലൂടെ എൻ്റെ സ്വന്തം അനുഭവങ്ങളെ കണ്ടെത്താനും അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളിലേക്ക് അതിനൊക്കെ സ്വാംശീകരിക്കാനും ഒക്കെ ഞാൻ തയ്യാറായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവം. കാരണം മറ്റേതൊക്കെ എൻ്റെ അഹങ്കാരം അല്ലെങ്കിൽ എൻ്റെ അറിവ് മാത്രമാണ് ഏറ്റവും പരമപ്രധാനം എന്ന് കരുതുന്നിടത്ത് നിന്ന് മദ്യാസക്തി എന്ന് പറയുന്ന രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിലാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ഒരേമാതിരിയാണ് എന്നുള്ള ആ ഒരു അനുഭവം ബില്ലിന്റെ കഥയിലൊക്കെ എന്നെ കാണാൻ ആ ഒരു വായനയിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും ഞാൻ ഇതുവരെ കാണാത്ത പലതും എനിക്ക് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും കുടിയിലേക്ക് പോയിരുന്നത്? എനിക്കറിയാം, എനിക്ക് ഭൗതികമായിട്ട് നിരവധി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ സാമൂഹ്യമായ ജീവിതത്തിന് കോട്ടം തട്ടിയിട്ടുണ്ട്. ആൾക്കാരുടെ മുന്നിൽ ഞാൻ അപഹാസ്യനായിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ബിഗ് ബുക്കിൽ കൃത്യമായിട്ട് 19ാമത്തെ പേജിൽ പറയുന്ന മാതിരി ഞങ്ങൾ കുടി നിർത്തി എന്നുള്ളത് ഒരു തുടക്കം മാത്രമാണ്. അതിലും പ്രധാനമാണ് ഞങ്ങളുടെ തത്വങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും ജോലി സ്ഥലത്തും എല്ലാ പ്രവർത്തന മേഖലകളും പ്രാവർത്തികമാക്കുക എന്നുള്ളത്. ആ ഒരു സാധനം ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാനമായ ഉദ്ദേശം ഈ പറയുന്ന കുടി നിർത്തലല്ല. അതിന്റെ തത്വങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും, കുടുംബത്തിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള മേഖലകളിലൊക്കെ തന്നെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. കാരണം അതിന്റെ തൊട്ടടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കണ്ടത് എന്താണ്? മറ്റുള്ളവരെ പറ്റിയും അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചാണ് മുൻ കുടിയന്മാരായ ഞങ്ങളുടെ ജീവിതം നിറവേറ്റുന്നത് എന്നും പറയുന്നുണ്ട്. സംഗതിയൊക്കെ കൊള്ളാം, നല്ല അടിപൊളിയാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ നടപ്പിലാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മറ്റുള്ളവരെ പറ്റിയും അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാൻ പറ്റും, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ സ്വാർത്ഥപരമായി മാത്രം ചിന്തിച്ചാൽ എനിക്ക് എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു സംശയം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനും എനിക്ക് ഉത്തരമായിട്ട് പിന്നീട് എൻ്റെ മുന്നോട്ടുള്ള ഓരോ പോക്കിലും എനിക്ക് ഉത്തരം കിട്ടിയത് ഈ ബിഗ് ബുക്കിൽ നിന്ന് തന്നെയായിരുന്നു. കാരണം ഒരു പരിഹാരമുണ്ട്. പേജ് 24 പറയുന്ന മാതിരി ഈ പരിഹാര മാർഗത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ആവശ്യമായ ആത്മപരിശോധന, അമിതമായ അഭിമാനബോധം സന്തുലിതമാക്കുക, പോരായ്മകൾ ഏറ്റുപറയുക. ഈ വരികൾ വായിക്കുമ്പോൾ ഇതൊക്കെ പറയാൻ ഭയങ്കര രസമാണ്. പക്ഷെ പണ്ട് ചെയ്യുന്ന മാതിരി ആൾക്കാർക്ക് ഇതിനെ കുറിച്ചൊരു പ്രബന്ധം ഉണ്ടാക്കിയിട്ട് ക്ലാസ് എടുക്കാനും ഒക്കെ പറ്റും. പക്ഷെ എങ്ങനെയാണ് ഇത് ജീവിതത്തിൽ പകർത്തുക, അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊരു തുടക്കമിടാം, ആ ഒരു ചിന്ത സത്യം പറഞ്ഞാൽ എനിക്കൊന്നും വരാറില്ല. ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ആ സമയത്ത് ഓൺലൈൻ മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം മദ്യത്തിന്റെ മുന്നിൽ ഞാൻ ശക്തിഹീനാണ്, എൻ്റെ ജീവിതം അനിയന്ത്രിതമാണ്. അത് എനിക്ക് പണ്ടും അറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രം എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ ഇടക്കിടക്ക് കയറി വരുന്നുണ്ട്. ഞാൻ സ്പോൺസറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യത്തിന് അങ്ങനെ ഉത്തരം പറയില്ല. ഈ ബിഗ് ബുക്ക് വായിച്ച് നമ്മൾ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ പലതിനും ഉത്തരം കണ്ടെത്തി എന്നുള്ളതാണ്. കാരണം ആ രീതിയിൽ എന്നെ അദ്ദേഹം വളർത്തിയെടുത്തു എന്നുള്ളതാണ്. ഓരോ സാധനത്തിലും വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സംശയങ്ങളുടെ ഉത്തരങ്ങൾ എനിക്ക് ബിഗ് ബുക്കിൽ നിന്ന് കിട്ടാൻ പറ്റി. കാരണം മദ്യത്തെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യം എല്ലാം എന്നിൽ നിന്ന് കവർന്നെടുത്ത് ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു തെരുവിൽ നിർത്തേണ്ട അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു. ഞാൻ ഒന്നും അതൊന്നും എനിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബിയർ കുടിച്ചാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കള്ള് കുടിച്ചാൽ പോലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മുൻകൂട്ടി എനിക്കറിയാം. പക്ഷെ അതൊന്നും എൻ്റെ കുടിയിൽ നിന്ന് എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. എല്ലാ ചിന്തയും അതിജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ പോലെ മദ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ള ചിന്ത തന്നെയായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ബിഗ് ബുക്കിൽ പറയുന്ന ഒരു വരി എനിക്ക് നല്ല ഓർമ്മയാണ്. കാരണം ആ ചുട്ടുപഴുത്ത സ്റ്റൗവിൽ തൊടുമ്പോൾ ഉണ്ടാവുന്ന പ്രതിരോധം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടായിരുന്നു? എൻ്റെ ഈ ഓരോ ബലഹീനതയും ഞാൻ എഴുതി വിശകലനം ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മദ്യത്തിന് മുന്നിൽ എവിടൊക്കെയാണ് എൻ്റെ ജീവിതം അനിയന്ത്രിതമായ മദ്യത്തിന് മുന്നിൽ ഞാൻ എവിടെയാണ് പരാജയപ്പെട്ടത് എന്ന് എഴുതി തയ്യാറാക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ യുക്തിയിലും ബുദ്ധിയിലും നിരക്കാത്ത, അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തൊക്കെ ഉള്ള എന്തോ ഒരു ശക്തി ഉണ്ടായാൽ മാത്രമാണ് ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന തോന്നൽ. കാരണം എത്രയോ വട്ടം ഞാൻ മദ്യം നിർത്തിയിട്ടുണ്ട്.
പിന്നീട് ഞാൻ അറിയാതെ കുഴിയിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഇനി മനുഷ്യ സഹായത്തിന് അതീതമായ ഒരു ശക്തി, ബിഗ് ബുക്കിൽ പറയുന്ന ആ വരികൾ തന്നെ, അതിലേക്ക് ഞാൻ എത്തണം. പക്ഷെ അതെങ്ങനെ എത്തും എന്നുള്ള ഒരു സംശയം വളരെ കാര്യമായിട്ടുണ്ട്. കാരണം സ്പോൺസറുടെ അടുത്ത് പോയ സമയത്ത് അദ്ദേഹം എനിക്കൊരു 12 പ്രാർത്ഥനകൾ അടങ്ങിയിട്ടുള്ള രാത്രിത്തെ ഒരു 3 പ്രാർത്ഥന അടങ്ങിയൊരു ബുക്ക്ലെറ്റ് തന്നിരുന്നു. ഇത് ഞാൻ എന്നും വായിക്കുന്നുണ്ട്. ഒരു തരത്തിലും എനിക്കിതിങ്ങനെ വായിക്കുന്നതിന് മുന്നേ പ്രശാന്തി പ്രാർത്ഥനയൊക്കെ ഞാൻ ചെല്ലാനും ദൈവത്തിന്റെ പേര് പറഞ്ഞൊക്കെ ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു തരത്തിൽ ഈ ദൈവത്തിനെ എനിക്ക് ഉള്ളിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ ഒരു അനുഭവം ഉള്ളിലേക്ക് വരുന്നില്ല. വളരെ വളരെ വിഷമിക്കുന്നുണ്ട് ഞാൻ എന്നുള്ളതാണ്. പലരോടും ഇങ്ങനെ പറയാനും പറ്റുന്നില്ല ഇതിനെ കുറിച്ചിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ദൈവത്തില് വിശ്വസിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ദൈവത്തിന് ഞാൻ വിശ്വസിക്കണം. അതിന് എന്താണ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മാത്രം എനിക്ക് കൃത്യമായിട്ട് ഈ ബിഗ് ബുക്കിൽ തന്നെയാണ് ഞാൻ കണ്ടത് എന്നുള്ളതാണ്. മുങ്ങി മരിക്കാൻ പോകുന്ന മനുഷ്യരെ പോലെ ആശയത്തെ ഞങ്ങളും ഈ മോചനമാർഗം അന്വേഷിച്ചു. ദുർബലമായ ഒരു പുൽക്കൊടി പോലെ ആദ്യം തോന്നിയ ഈ അനുഭവം ഈശ്വരന്റെ കരുത്തുറ്റതും സ്നേഹപൂർണവുമായ കരങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടു. ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് കിട്ടി. അവ തീർത്തും പ്രാവർത്തികമായ ജീവിത രീതിയാണ്. ആത്മീയ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഈ ബിഗ് ബുക്കിൽ കൃത്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിനെ എങ്ങനെയാണ് മുന്നോട്ട് ഞാൻ അതിനെയൊക്കെ വിശ്വസിച്ച്, അല്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ എന്നുള്ള ബോധം എനിക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക എന്നുള്ളതിന് കൃത്യമായിട്ട് ആ എൻ്റെ ധാരണയിലുള്ള ദൈവത്തെ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാവാൻ, അല്ലെങ്കിൽ അതിലേക്ക് പൂർണ്ണമായിട്ട് എത്താൻ എനിക്ക് സത്യം പറഞ്ഞ 4-ാമത്തെ അധ്യായത്തിൽ സ്പോൺസറായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ സാധ്യമായുള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ പോയ ദൈവവിശ്വാസമല്ല. കുറെ നിരവധി പുസ്തകങ്ങളൊക്കെ ആ സമയത്തും എൻ്റെ ഒപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെതായ ഈ പറയുന്ന എനിക്ക് യുക്തിയില്ലാത്ത കാര്യങ്ങളെ വിശ്വസിക്കാൻ പറ്റായ്മ, എൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന ഈ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി, അല്ലെങ്കിൽ മുന്നോട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്ന എൻ്റെ അഹങ്കാരം, എനിക്കെല്ലാം അറിയാം എന്നുള്ള ആ ഒരു ബോധം, അതൊന്നും എൻ്റെ ഉള്ളിൽ നിന്ന് പോവാത്തത് കൊണ്ട് തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു ഈശ്വരനെ കാണാൻ പറ്റാത്തത് എന്നും എന്നോട് പറഞ്ഞു തന്നത് ബിഗ് ബുക്ക് തന്നെയായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റിയെടുക്കാൻ ചെറിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ പറ്റി. കാരണം കൂട്ടായ്മയിൽ എന്തായാലും എനിക്ക് വിശ്വാസമുണ്ട്. നിരവധി പേരാണ് മദ്യരഹിതമായിട്ട് കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൂട്ടായ്മയിൽ വിശ്വസിക്കുന്ന മാതിരി പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു ശക്തി, ആ ശക്തിക്ക് രൂപമുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ മതങ്ങൾ പറയുന്ന രീതിയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന രീതി ശരിയാണോ എന്നൊക്കെ പറഞ്ഞ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലത് എനിക്ക് നിലനിൽക്കാൻ ഒരു ശക്തിയിൽ വിശ്വസിക്കുക മാത്രമാണ് എന്നുള്ള ഒരു ബോധം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവാൻ തുടങ്ങുകയും അതോടുകൂടി ആ ദൈവത്തെ എങ്ങനെയുള്ള ദൈവമാണ് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 4-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലും, അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി ആ ദൈവത്തിന് പ്രത്യേകമായ വല്ല വഴിപാടുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ചെയ്താൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ലാതെ, അല്ലെങ്കിൽ മരണാനന്തരം നമ്മളെ ശിക്ഷിക്കുന്ന മോക്ഷം അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംഭവങ്ങൾ, അതൊന്നും എൻ്റെ ഉള്ളിൽ വരാത്ത, എൻ്റെ ഉള്ളിൽ ഒരു സുഹൃത്തിനോടെന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന, അതോടൊപ്പം എൻ്റെ ഉള്ളിൽ ചൈതന്യമായിരിക്കുന്ന ആ ഒരു ദൈവിക സങ്കല്പത്തെ ബിഗ് ബുക്കിൽ എനിക്ക് കാണാൻ പറ്റി 4-ാമത്തെ അധ്യായത്തിൽ എന്നുള്ളതാണ്. അവിടെ നിന്ന് എനിക്ക് വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ആശ്വാസം അന്ന് അനുഭവിക്കാനും അതിനുശേഷം പ്രാർത്ഥനകൾക്കൊക്കെ ഒരു വല്ലാത്ത ഭാവത്തോടു കൂടി എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അവിടെ ഞാൻ ചെറിയ രീതിയിൽ ആ ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ അറിയാൻ പറ്റി. അത് മറ്റുള്ളവരിലൊക്കെ ആ ദൈവത്തെ കാണാൻ വലിയ പെട്ടെന്നൊന്നും എനിക്ക് സാധ്യമായിരുന്നില്ല. നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു എനിക്ക് കിട്ടിയ ആ ചെറിയ ധാരണ വെച്ച് മുന്നോട്ട് പോകാനും വീണ്ടും വീണ്ടും അതിനെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ എനിക്ക് ആ ദൈവികമായ ഒരു അനുഭവം വരാനും പ്രയറൊക്കെ വളരെ നന്നായി ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും എനിക്ക് വളരെ ആശ്വാസം വരലടങ്ങി. ഈ പറയുന്ന പ്രശാന്തിയുടെ പ്രാർത്ഥനയാണെങ്കിൽ മാറ്റുവാൻ പറ്റുന്നത് എന്താണ്, എൻ്റെ ചിന്തയാണെന്നുള്ളതും, അതോടൊപ്പം എനിക്ക് മറ്റുള്ളവരെ ഒന്നും മാറ്റാൻ കഴിയില്ല, അവരുടെ സ്വഭാവങ്ങളെയൊക്കെ ഞാൻ എങ്ങനെയാണ് നേരിടേണ്ടത്, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി നടപ്പിലാക്കാൻ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം 2-ാമത്തെ പടിയിൽ വിശ്വസിക്കാൻ തുടങ്ങുകയാണ് ദൈവത്തിനെ. പൂർണ്ണമായിട്ട് അവിടെ വിശ്വസിച്ചു എന്ന് പറയുന്നില്ല, വിശ്വസിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ അങ്ങനെ
രണ്ടാമത്തെ പടിയിൽ പറയുന്ന മാതിരി വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത്ഭുതകരമായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയും എനിക്ക് ചുറ്റുമുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ആ ഒരു ആശ്വാസം കിട്ടാനൊക്കെ തുടങ്ങി. ലോകത്തിന്റെ അല്ലെങ്കിൽ മൊത്തം നിയന്ത്രണം ഞാനാണ് എന്നുള്ളതിന് പകരം കാര്യങ്ങളൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ, ഈ ജീവിതം മുന്നോട്ട് ഇത്രയും കാലം എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചത് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചായിരുന്നില്ല. എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു, ജീവിതത്തിൽ പല രീതിയിലാവണം. അതേമാതിരി ആളുകളുടെ മുന്നിൽ ഈ പറയുന്ന എല്ലാവരും കരുതുന്ന മാതിരി തന്നെ വലിയ പൈസ ഉണ്ടാക്കിയിട്ട് വലിയ വണ്ടിയിൽ വരണം, നാട്ടിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാണ്ട്, നാട്ടിൽ ഒരു രൂപ ഇല്ലാണ്ടാണ് ഞാൻ നാട്ടിൽ എത്തിപ്പെട്ടത്. എന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ബോധ്യം, അങ്ങനെ ആ ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന മൂന്നാമത്തെ പടിയിലേക്കൊക്കെ എത്താനും, അതോടൊപ്പം തന്നെ ദൈവമേ അങ്ങാണ് എൻ്റെ പിതാവ് എന്നൊക്കെ ആത്മാർത്ഥമായി പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വസിക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയപ്പോ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും വലിയ മാറ്റം ഉണ്ടാവാൻ തുടങ്ങി. കാരണം എൻ്റെ ഭാര്യയുമായിട്ടുള്ള പെരുമാറ്റം, വാട്സപ്പിലൂടെ ഞങ്ങൾ നേരിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും അവർ പ്രകോപനം ഉണ്ടാക്കുമ്പോൾ ഒന്നും ഞാൻ വലിയ രീതിയിൽ പ്രതികരിക്കാതെ പോകുന്നുണ്ട്. അതോടൊപ്പം റോട്ടിലേക്ക് ഇറങ്ങി വണ്ടിയായിട്ട് പോകുമ്പോൾ എന്നും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി പട്ടാമ്പി കൊപ്പത്തുനിന്ന് പട്ടാമ്പി പോണ വഴിക്ക് തന്നെ വണ്ടിക്ക് ക്രോസ് വെച്ച ആളേനെ പട്ടാമ്പി എത്തുന്നതിന് മുന്നേ ചെക്കന്മാരെ വിളിച്ച് തടഞ്ഞ് തല്ലിയിട്ടുള്ള ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് ആളുകളോടൊക്കെ ക്ഷമിക്കാൻ, ആ ചിന്താഗതിയിൽ മാറ്റം വരുത്തുമ്പോൾ തന്നെ എനിക്ക് വലിയ മാറ്റങ്ങൾ വരാനും എൻ്റെ സംഘർഷങ്ങളൊക്കെ കുറയാൻ തുടങ്ങി. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ പറയുന്ന മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, അവിടെ അതൊക്കെ ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ ഉടൻ തന്നെ ഒരു പ്രയർ ഉള്ളിൽ ചെയ്യാൻ, ദൈവമേ അങ്ങാണ് എൻ്റെ പിതാവ്, ഞാൻ അവിടുത്തെ ഒരു പുത്രൻ മാത്രമാണ്, അങ്ങ് എന്നെ മുന്നോട്ട് നല്ല രീതിയിൽ നയിക്കണമേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയാനും ഒരു ഉപാധി ഇല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാനൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ പ്രോഗ്രാമാണ് എന്നെ പ്രാപ്തമാക്കിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ ഉറച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും പിന്നീട് മുന്നോട്ട് പോകുന്നത് അത്ഭുതകരമായിട്ട് ഞാൻ അറിയാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായിട്ട് അറിയാം, വളരെ വലിയ രീതിയിൽ ചിന്താ വൈകല്യങ്ങളും പെരുമാറ്റ ദൂഷ്യങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ജന്മവാസനകളുടെ അധികരിച്ചിട്ടുള്ള ഫലങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഒരു സുപ്രഭാതത്തിലൊന്നും തന്നെ എൻ്റെ സ്പോൺസർ എപ്പോഴും പറയാറുണ്ട്, മദ്യപിക്കാതെ ആയി അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായ വലിയ ഒരു നിലയിലാണ് എന്ന് കരുതരുതുണ്ട്. കാരണം നമുക്ക് ദൈനംദിന ശാന്തി മാത്രമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് ബോധ്യമാക്കുന്ന രീതിയിൽ തന്നെ പല സമയത്തും ഈ പറയുന്ന കൈവിട്ടു പോവുകയും, പക്ഷേ പ്രോഗ്രാമിലായ ശേഷം പണ്ടത്തെ പോലെ അത് 2 ദിവസം 3 ദിവസം നിൽക്കുന്നില്ല. കുറച്ച് മുന്നേ ബിസാർ പറഞ്ഞ മാതിരി ഭയം എപ്പോഴും ജോലി സ്ഥലത്താകുമ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് വല്ലതും പറ്റുമോ, അല്ലെങ്കിൽ അമ്മ എന്താ ഉണ്ടായിട്ടുണ്ടാവും, മോള് വീഴുവോ, മോളിൽ നിന്ന് ഇറങ്ങും, കോണിപ്പടി ഇറങ്ങി വരുമ്പോ മോളിൽ നിന്ന് വീഴുവോ എന്ന് പറയുന്ന ആ ഭയമൊക്കെ പതുക്കെ അങ്ങനെ വിട്ടകലാൻ തുടങ്ങി. അതിനനുസരിച്ച് എനിക്കൊരു ആശ്വാസം ഉണ്ടാവാൻ തുടങ്ങി. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സങ്കല്പിക്കുക, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത കാര്യങ്ങളെ സങ്കല്പിച്ച് അതിൽ എന്താ പറയാ അതിൽ ഇങ്ങനെ ജീവിക്കുക. ഏതെങ്കിലും ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് അത് കഴിക്കുമ്പോൾ ചിന്ത മൊത്തം വേറെ കാര്യങ്ങളാണ്. ആ ഭക്ഷണം കഴിക്കുന്ന ആ മുഹൂർത്തം പോലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കുന്ന പോലെ തന്നെ ആ ഇന്നത്തെ ഒരു ദിവസത്തെ ജീവിക്കാനൊക്കെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഓരോ മുഹൂർത്തങ്ങൾ അറിഞ്ഞ് ജീവിക്കാനൊക്കെ ഈ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ എനിക്ക് സഹായകരമായി എന്നുള്ളതാണ്. കാരണം ഒരു തരത്തിലും ഒരു മതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ആൽക്കഹോളിക്സ് അനോണിമസിൽ ആ ദൈവസങ്കല്പം പറഞ്ഞെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ കൂട്ടായ്മയിൽ നിൽക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ സോബറായിട്ട് ഇരിക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ നോക്കുന്നതിന് പകരം എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പ്രോഗ്രാം എന്നെ പഠിപ്പിച്ചു. കാരണം പ്രശ്നങ്ങൾ മുഴുവൻ കിടക്കുന്നത് എൻ്റെ ചിന്താ വൈകല്യങ്ങളാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് ഞാൻ മാറ്റേണ്ടത് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും അത് എഴുതി വെച്ച് കൃത്യമായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ, ഞാൻ സത്യസന്ധമായിട്ടാണോ പെരുമാറിയത് എന്നൊക്കെ എഴുതുമ്പോൾ എനിക്ക് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഞാൻ എന്നോട് സത്യസന്ധനല്ലായിരുന്നു ഓരോ പ്രവൃത്തിയിലും എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ മുന്നോട്ട് ഈ പറയുന്ന രീതിയിൽ നടക്കാൻ, കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ജീവിത രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം മുന്നിൽ ഉണ്ടായി കഴിഞ്ഞാലും ഞാൻ പരിഭ്രമിക്കാറില്ലായിരുന്നു. കാരണം മകളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നില്ല, അവളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത ഒരു പ്രതിസന്ധി എനിക്കുണ്ടായി. എൻ്റെ എല്ലാ ആൾക്കാരും എന്നെ കുടിയുടെ സമയത്ത് എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ എൻ്റെ അമ്മ മാത്രമാണ്. പക്ഷെ അമ്മ ഒരു രോഗിയാണ് എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അമ്മയെ മാറ്റാൻ എനിക്ക് പറ്റില്ല.
പക്ഷെ എൻ്റെ മകൾ ആ രീതിയിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വളരെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെതായ കുറ്റബോധം, മകളെ മര്യാദയ്ക്ക് ഞാൻ പഠിപ്പിക്കുന്നില്ല, അവൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അത് ഞാൻ വീണ്ടും സ്വയം സഹതാപത്തിലേക്ക് പോകും. അതും എനിക്ക് ദോഷമാണ്. അവിടെയൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സർവീസ് രംഗങ്ങളിലേക്ക് ചെയ്യാനും പുതിയ ആളുകളൊക്കെ അവരുമായിട്ട് സംസാരിക്കാനും എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനും തുടങ്ങുമ്പോൾ അവിടെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അത്ഭുതത്തോടു കൂടി നിന്ന് കാണേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി. കാരണം എൻ്റെ മകളെ ആണെങ്കിൽ വൈഫ് തിരിച്ചവിടെ കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ മകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് ഭാര്യയോട് പറയാനും അങ്ങനെ മുന്നോട്ട് പോയി ഇന്ന് ഈ ഖത്തറിൽ എത്തി നിൽക്കാനും വരെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലായതുകൊണ്ടാണ്. ഇനി ഒരിക്കലും പ്രവാസത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന എന്നെ ആ ദൈവത്തിന്റെ കരങ്ങൾ തന്നെയാണെന്ന് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഞാൻ ആവശ്യമില്ലാത്ത തർക്കങ്ങളിലോ അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളെയോ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഞാൻ എന്താ പറയുക അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വെറിയാവുന്നില്ല, അല്ലെങ്കിൽ അവരൊന്നും തിരുത്തി നേർവഴിക്ക് നയിക്കാൻ ഞാൻ പോകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ ആ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രോഗ്രാമായിട്ട് എന്നും പോവുകയാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികൾ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ചെയ്തു തീർക്കാവുന്നതല്ല. നിത്യജീവിതത്തിൽ നിരന്തരമായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം പടി ചെയ്യാനായിട്ട് ഞാൻ മീറ്റിങ്ങുകൾ കയറുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്ന് മറന്നു പോകും ഞാനൊരു മദ്യാസക്തനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കയറാനും അതോടൊപ്പം തന്നെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പോകും എന്നുള്ള ആദ്യം ഉണ്ടാവുന്നുണ്ട്. അവിടെയൊക്കെ പ്രയർ ചെയ്യാൻ അല്ലെങ്കിൽ വേറെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടും സ്പോൺസറോടൊക്കെ സംസാരിച്ച് അപ്പൊ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അതൊന്നും അല്ല ഒരു മീറ്റിങ്ങിൽ കയറി വേറുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവർക്കൊരു സഹായം അരുളുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുമ്പോൾ, കാരണം എന്നെ പോലെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ഈ ഒരു ആത്മീയമായ സ്ഥിതിയിൽ ഇങ്ങനെ ഉണർന്നു നിന്നുകൊണ്ട് എല്ലാത്തിനെയും ഒരു സുഖത്തിനെയും ദുഃഖത്തിനെയൊക്കെ ഒരേ രീതിയിൽ കാണണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് മറ്റുള്ളവർക്കുള്ള സന്ദേശം കൊടുക്കുന്നതിന്റെ ഒരു ഭാഗവാക്കാവുക. അതിപ്പോ ഓൺലൈൻ രംഗത്താണെങ്കിൽ ആ രീതിയിലൊക്കെ അതിനൊക്കെ ഞാൻ സമയം കണ്ടെത്താനും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കാനും തയ്യാറാകുമ്പോൾ എന്റെ പ്രശ്നങ്ങളൊക്കെ അപ്രത്യക്ഷമാവുന്നൊക്കെ എനിക്കിന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ മുറുകെ പിടിച്ചുകൊണ്ട് എന്നും പോകാനും സമയം ഉണ്ടാക്കിയിട്ട് തന്നെ, കാരണം എന്റെ ഒഴിവ് സമയത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടിക്ക് കയറുന്നതിന് പകരം അതിന് മീറ്റിങ്ങുകൾ പങ്കെടുക്കാനും അതിൽ ആളുകളായിട്ട് സംസാരിക്കാനും ഒക്കെ ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവനും ജീവിതവും ഒക്കെ തിരിച്ചു തന്ന ഈ ഒരു പ്രോഗ്രാം, ഈ പറയുന്ന ദൈവത്തെ, എന്റെ ഉള്ളിലുള്ള ദൈവത്തെ, എന്റേതായ പല സ്വഭാവ ജന്മവാസനകൾ അധികാരം കൊണ്ട് ഞാൻ കാണാതെ പോയ ആ ദൈവത്തെ കണ്ടെത്താനും എന്റെ അഹംഭാവമൊക്കെ മാറ്റി എളിമയോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം തന്നെയാണെന്ന് എന്റെ ജീവൻ നിലനിർത്തി ഇന്നിപ്പോ ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ എന്നെ എത്തിച്ചത്. അപ്പൊ അതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ വേണ്ടി എന്റെ മുന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് മറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, ഇനിയും ഈ സന്ദേശം കിട്ടാത്ത ആളുകൾക്ക് ഈ മെസ്സേജ് കൊടുക്കാനും അവരൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും തന്നെയാണ് ഇന്ന് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ രീതിയിൽ എല്ലാവരുടെയും ഒപ്പം മീറ്റിങ്ങുകളിൽ കയറി മീറ്റിങ്ങുകളിലെ ഷെയറിങ്ങുകൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്, അല്ലാത്തതൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഓരോരുത്തരുടെയും ആ ഒരു പഴമക്കാരുടെയും ഇപ്പൊ വന്ന പുതുമക്കാരുടെ ഒക്കെ ആ ഒരു കൂട്ടിപ്പിടുത്തം തന്നെയാണ്. ഓരോ ഷെയറിംഗ് തന്നെയാണ് എന്റെ ഊർജ്ജദായകമായിട്ട് എന്റെ ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു.